Good morning. Next portion is triangle division. Then draw a triangle ABC. Draw a line DE parallel to the bottom side BC. This line DE is parallel to the bottom side BC. Draw another parallel line to BC through the top vertex A. Then three parallel lines are there. BC, DE and this line through A. These three parallel lines. We know that three or more parallel lines cut any two lines in the same ratio. Parallel sides means parallel lines. Three or more parallel lines cut any two lines in the same ratio. Therefore, these three parallel lines cut the left and right side of this triangle ABC in the same ratio. That means left and right side means AB and AC in the same ratio. So, three parallel lines cut the left and right sides of the triangle in the same ratio. That means AD by DB is equal to AE by EC. Then do one thing, draw this triangle and draw these things and write AD by DB is equal to AE by EC. That means this is the fact. In any triangle, a line drawn parallel to a side cuts the other two sides in the same ratio. Okay, in any triangle, that means in triangle ABC, in any triangle, a line drawn, D എന്ന് പറയുന്ന ഈ ലൈൻ drawn parallel to a side, BCക്ക് parallel ആണല്ലോ ഈ ലൈൻ DE, cuts the other two sides are AB and AC. ABനെയും ACനെയും ഒരേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. അതാണിത്. അപ്പോൾ ഇതൊരു കോളത്തിൻ്റെ അകത്താക്കിയിട്ട് എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ അതിൻ്റെ കോൺവേഴ്സും ട്രൂ ആണ്. എ ലൈൻ വിച്ച് ഡിവൈഡ്സ് ടു സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഇൻ ദ സെയിം റേഷ്യോ ഈസ് പാരലൽ ടു ദ തേർഡ് സൈഡ്. ഏതെങ്കിലും ഒരു ലൈൻ അത് മറ്റ് രണ്ട് സൈഡ്സിനെ ട്രയാങ്കിളിൻ്റെ മറ്റ് രണ്ട് സൈഡ്സിനെ ഒരേ റേഷ്യോയിൽ സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തേർഡ് സൈഡിന് പാരലലായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ഈ ഫിഗർ വരയ്ക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം എഴുതുന്നു, അതിനുശേഷം ഈ ഫാക്റ്റ് എവിടെ എഴുതണം, ബോക്സിൻ്റെ അകത്താക്കി വയ്ക്കുന്നു. അതുപോലെ ഈ കോൺവേഴ്സ് ബോക്സിൻ്റെ അകത്താക്കി വയ്ക്കുന്നു. ഓക്കെ, അതിനുശേഷം വേറൊരു ട്രയാങ്കിൾ, ഇത് വേറൊരു ഫാക്റ്റിന് വേണ്ടിയിട്ടാണ്. എ ട്രയാങ്കിൾ എ ബി സി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രയാങ്കിൾ എ ബി സി, ഡി ആൻഡ് ഇ ആർ ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് ദ സൈഡ്സ് എ ബി ആൻഡ് എ സി. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ, ഈ ഡി ലെഫ്റ്റ് സൈഡിൻ്റെയും ഈ റൈറ്റ് സൈഡിൻ്റെയും മിഡ് പോയിൻ്റ് ആണ്. ദെൻ എ ഡി ബൈ ഡി ബി ഈസ് ഈക്വൽ ടു 1 ബിക്കോസ് എ ഡി ഈസ് ഈക്വൽ ടു ഡി ബി. എ ഡിയും ഡി ബിയും ഈക്വൽ ആയതുകൊണ്ട് എ ഡി ബൈ ഡി ബി ഈസ് ഈക്വൽ ടു 1. സിമിലർലി എ ഇ ബൈ ഇ സി ഓൾസോ ഈസ് ഈക്വൽ ടു 1 ബിക്കോസ് എ ഇ ഈസ് ഈക്വൽ ടു ഇ സി, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ഇത് രണ്ടും 1 ആണെങ്കിൽ എ ഡി ബൈ ഡി ബി ഈസ് ഈക്വൽ ടു എ ഇ ബൈ എ സി ബിക്കോസ് ദീസ് ബോത്ത് റേഷ്യോ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇത് നോക്ക്, ഈ എ ഡി ബൈ ഡി ബി ഈസ് ഈക്വൽ ടു എ ഇ ബൈ ഇ സി എന്ന് പറഞ്ഞാൽ കോൺവേഴ്സ് ഓഫ് ദിസ് തിയറം ഡി ഇ ഈസ് പാരലൽ ടു ബി സി. ശരിയല്ലേ? ഇങ്ങനെ ഒരേ റേഷ്യോയിലാണെങ്കിൽ പിന്നെ ഇത് പാരലൽ ആണെന്ന് ഇപ്പോൾ നമ്മൾ ആ ബോക്സിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഫാക്റ്റ്. അതൊരു തിയറമാണ്. ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്നാണ് അതിൻ്റെ പേര്. ഷോർട്ട് ഫോം BPT എന്നാണ്. നിങ്ങൾ നെറ്റിൽ എവിടെയെങ്കിലും അടിച്ചു കൊടുത്താൽ കാണാം ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. ഇത് തെയിൽസ് എന്ന ഒരു മാത്തമാറ്റീഷ്യനാണ് ഇത് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തെയിൽസ് തിയറം എന്നും ഈ തിയറത്തിന് അറിയപ്പെടും. അതിൻ്റെ കോൺവേഴ്സും ശരിക്കുള്ളതും. ഇത് കോൺവേഴ്സാണ്, ഇത് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറത്തിൻ്റെ കോൺവേഴ്സാണിത്. അത് വെച്ചിട്ട് നമ്മൾ ആ ബോക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ അങ്ങനെ ഇത് ആണല്ലോ. അങ്ങനെ വന്നു കഴിയുമ്പോൾ നോക്കിക്കേ, ഡി ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ ബി ആൻഡ് ഇ ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ സി ആൻഡ് ദ എഫ് ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ദ ബോട്ടം സൈഡ് ബി സി. Using the same argument above, we have
EF ആദ്യം നമ്മൾ പറഞ്ഞു DE ഈസ് പാരലൽ ടു BC. അതേ ആർഗ്യുമെൻറ്റ് തന്നെ വെച്ചിട്ട് ഈ FE ഈസ് പാരലൽ ടു AB ആൻഡ് DF ഈസ് പാരലൽ ടു AC. അതാണ് ടീച്ചർ ഇവിടെ എഴുതി വെച്ചത്. ഫ്രം ദ എബോ ഫിഗർ DEFB ഈസ് എ പാരലോഗ്രാം. ഈ ഫിഗറിൽ DEFB ഈസ് എ പാരലോഗ്രാം ബിക്കോസ് DE ഈസ് പാരലൽ ടു BF ആൻഡ് BD ഈസ് പാരലൽ ടു FE. അത് രണ്ടും പാരലലുമാണ്. അതുകൊണ്ട് ഇതിൻ്റെ കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് പാരലോഗ്രാം ബിക്കോസ് DE ഈസ് പാരലൽ ടു BF ആൻഡ് EF ഈസ് പാരലൽ ടു FD. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. ഏതെങ്കിലും ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് രണ്ട് പേർ ഓപ്പോസിറ്റ്സും പാരലൽ ആണെങ്കിൽ അവിടെ അത് തന്നിട്ടുണ്ട്. ഇഫ് 2 pairs ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ദ ഓപ്പോസിറ്റ് സൈഡ്സ് മസ്റ്റ് ബി ഈക്വൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് ഈക്വൽ ആയിരിക്കണം എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? BF ഈസ് ഈക്വൽ ടു DE, അതുപോലെ DB ഈസ് ഈക്വൽ ടു FE. അതാണ് അങ്ങനെ ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. മസ്റ്റ് ബി ഈക്വൽ. സോ DE ഈസ് ഈക്വൽ ടു BF. അതെത്രയാണ്? DE ഈസ് ഈക്വൽ ടു BF. BF എന്ന് പറഞ്ഞാൽ ഹാഫ് BC അല്ലേ, ബിക്കോസ് F ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് BC. ദെയർഫോർ BF ഈസ് ഹാഫ് BC. കണ്ടോ അത് എഴുതി, F ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് BC. സിമിലർലി F ഈസ് ഈക്വൽ ടു DB, അത് ഹാഫ് AB ആണ്. സിമിലർലി DF ഈസ് ഈക്വൽ ടു ഹാഫ് AC. അപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചു. എന്താ നമ്മൾ പഠിച്ചത്? ഇങ്ങനെ ഈ മിഡ് പോയിന്റുകൾ, ഒരു ട്രയാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഇത് നോക്ക്, ഇങ്ങനെ ഒരു പാരലോഗ്രാം കിട്ടും. അതായത് ഈ DE ഈസ് പാരലൽ ടു BF ആൻഡ് DE ഈസ് ഈക്വൽ ടു ഹാഫ് BC. അതുപോലെ തന്നെയാണ് ഈ EF ഈസ് പാരലൽ ടു AB ആൻഡ് EF ഈസ് ഈക്വൽ ടു ഹാഫ് AB. നെക്സ്റ്റ് വൺ, DF ഈസ് പാരലൽ ടു AC ആൻഡ് DF ഈസ് ഈക്വൽ ടു ഹാഫ് AC. ഇത്രയും കാര്യമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. ഇനി ഇതിനെ ഒരു തിയറമാക്കി എഴുതാൻ പറ്റും. അതെന്താണ്? ഇഫ് ദ ലെങ്ത് ഓഫ് ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് 2 sides ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ദ ഹാഫ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്. മനസ്സിലായോ? ലെങ്ത് ഓഫ് ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് 2 sides ഓഫ് എ ട്രയാങ്കിൾ. അതായത് ഇങ്ങനെ വരുന്നു, ഇതൊരു ട്രയാങ്കിളാണ്. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മിഡ് പോയിൻറ്റ് തമ്മിൽ ജോയിൻ ചെയ്താൽ 2 sides ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഹാഫ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്. ഇത് മിഡ് പോയിൻ്റ് ആണ് ജോയിൻ ചെയ്തതെങ്കിൽ ഈ തേർഡ് സൈഡിൻ്റെ ഹാഫ് ആയിരിക്കും ഇത്. നേരത്തെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അത്. ഇനി വേറൊരെണ്ണം ഇതാണ്. ഇതൊരു ട്രയാങ്കിൾ. ഇതിൻ്റെ ഓരോ പെർപെൻഡിക്കുലേഴ്സാണിത്. അതായത് ഈ വെർട്ടക്സിൽ നിന്ന് ബോട്ടം സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ഇത്, ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഇത്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഇത്. ഇൻ എനി ട്രയാങ്കിൾ ഓൾ ദ പെർപെൻഡിക്കുലേഴ്സ് ഫ്രം ദ വെർട്ടിസസ് ടു ദ ഓപ്പോസിറ്റ് സൈഡ്സ് പാസസ് ത്രൂ എ സിംഗിൾ പോയിൻ്റ്. ഇതെല്ലാം കൂടി ഒരു സിംഗിൾ പോയിൻറ്റിൽ കൂടെ കടന്നു പോകുന്നതാണ്. ഇനി അടുത്തത് നോക്കുക. ട്രയാങ്കിൾ ABC, AF, AD, BE, CF ആർ ദ മീഡിയൻസ് ഫ്രം ABC. അതായത് AD മീഡിയനാണ്. എന്താണ് മീഡിയൻ എന്ന് പറഞ്ഞാൽ? BC ഈസ് ദ ബോട്ടം സൈഡ്, A ഈസ് ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഇതിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന മീഡിയൻ എന്ന് പറഞ്ഞാൽ ഈ D ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് BC. മീഡിയൻ എന്ന് വെച്ചാൽ ഏത് വെർട്ടെക്സിൽ നിന്നാണോ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് വരയ്ക്കുന്ന ലൈനെയാണ് മീഡിയൻ എന്ന് പറയുന്നത്. That means the line joining the A vertex to the midpoint of the opposite side. അതിൻ്റെ പേരാണ് മീഡിയൻ. അങ്ങനെയുള്ള മീഡിയൻസ് എല്ലാം കൂടി ഒരു സിംഗിൾ പോയിന്റിൽ മീറ്റ് ചെയ്യും. കേട്ടോ, ആ മീറ്റിംഗ് പോയിന്റ് ഈസ് G. ഈ സാധാരണ മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിൻ്റെ പേര് സെൻട്രോയിഡ് എന്നാണ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ G, ദ ലെറ്റർ G. അപ്പോൾ എപ്പോഴും ഓർക്കുക, ദെയർ മീറ്റിംഗ് പോയിന്റ് ഈസ് G. ഇതിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റിനെ G എന്നാണ് പറയുന്നത്, സെൻട്രോയിഡ്. ഇൻ എനി ട്രയാങ്കിൾ ഓൾ ദ മീഡിയൻസ് ഇൻ്റർസെക്റ്റ് അറ്റ് എ സിംഗിൾ പോയിൻറ്റ് ആൻഡ് ദാറ്റ് പോയിൻറ്റ് ഡിവൈഡ്സ് ഈച്ച് മീഡിയൻ ഇൻ ദ റേഷ്യോ 2:1. അതും പ്രത്യേക, ഈ മീഡിയൻസ് എല്ലാം കൂടി ഈ സെൻട്രോയിഡിനൊരു പ്രത്യേകതയുണ്ട്. AG ഈസ് ടു GD ഈസ് ഈക്വൽ ടു 2:1. അതായത് എവിടെ തുടങ്ങി എങ്ങോട്ടാണ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മെഷേർഡ് ഫ്രം ദ വെർട്ടെക്സ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി എനി ട്രയാങ്കിൾ ഓൾ ദ മീഡിയൻസ് ഇൻ്റർസെക്റ്റ് അറ്റ് എ സിംഗിൾ പോയിൻറ്റ് ആൻഡ് ദാറ്റ് പോയിൻറ്റ് ഡിവൈഡ്സ് ഈച്ച് മീഡിയൻ ഇൻ ദ റേഷ്യോ 2:1 മെഷേർഡ് ഫ്രം ദ വെർട്ടെക്സ്. വെർട്ടെക്സിൽ നിന്ന് വേണം 2, വെർട്ടെക്സിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഇവിടം വരെ സെൻട്രോയിഡ് വരെ 2ഉം ബാക്കി 1ഉം ആയിരിക്കും. അല്ലാതെ ഇവിടെ നിന്നല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1ഉം ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2ഉം. ഈ 2 എപ്പോഴും വെർട്ടെക്സിൽ നിന്നുള്ളതായിരിക്കും. അപ്പോൾ ഇതെല്ലാം ആവശ്യാനുസരണം പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുക്കുക.